CPM ജനറൽ സെക്രട്ടറി യെച്ചൂരിയും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ഒരർത്ഥത്തിൽ മൗനത്തിലാണ്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീപീഡനങ്ങൾ, അതിൽ ഉൾപ്പെടുന്ന CPM നേതാക്കൾ, അവരെക്കുറിച്ചുള്ള വാർത്തകൾ, ഇതിനെക്കുറിച്ചൊക്കെ യെച്ചൂരിയും കാരാട്ടും മൗനം പാലിക്കുമ്പോൾ സീനിയർ PB അംഗമായ വൃന്ദ കാരാട്ട് തൻ്റെ നിലപാട് ശക്തമായി പാർട്ടിയുടെ സൈറ്റിൽ തന്നെ ഇന്ന് എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് MLA-മാർ സ്ത്രീപീഡനം ഉയർന്നപ്പോൾ രാജിവെച്ചില്ല, അതുകൊണ്ട് മുകേഷും രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് ശരിയല്ല എന്ന് സംശയത്തിനിട നൽകാതെ വൃന്ദ കാരാട്ട് പറഞ്ഞിട്ടുണ്ട്. വൃന്ദ കാരാട്ടിൻ്റെ ഈ നിലപാട് വെട്ടിലാക്കിയിരിക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തെയാണ്. ആരോപണവിധേയനായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുകേഷ് MLA രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് എടുത്തത്. ഇന്ന് വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുകേഷിന് MLA ആയി തുടരാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണം എന്ന തീരുമാനം CPM കൈക്കൊള്ളും എന്നാണ് അറിയുന്നത്. ഇതിന് കാരണം പ്രധാനമായും PB-യിലെ പ്രധാന നേതാവായ വൃന്ദ കാരാട്ടിൻ്റെ നിലപാട്, CPI-യുടെ ദേശീയ സെക്രട്ടറിയായ ആനി രാജയുടെ തുറന്നു പറച്ചിൽ, അതുപോലെ CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശിൻ്റെ നിലപാട് എല്ലാം കൂടി ആകുമ്പോൾ CPI-ക്ക് പുറകോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്, ഇടതുപക്ഷം എന്നത് കേവലം ഒരു വാക്കല്ല, ഇടതുപക്ഷത്തിന് അതിൻ്റേതായ രാഷ്ട്രീയ നിലപാടുകളും സമീപനവും സംസ്കാരവുമെല്ലാമുണ്ട്. അതുകൊണ്ട് മുകേഷിൻ്റെ കാര്യത്തിൽ യുക്തമായ തീരുമാനം ഇടതുമുന്നണി കൈക്കൊള്ളും. ഈ വിഷയം പറഞ്ഞ് CPM-നെയും CPI-യെയും പരസ്പരം തെറ്റിക്കാൻ ആരും മോഹിക്കണ്ട, ആ മോഹമൊന്നും നടക്കില്ല. അപ്പോൾ ബിനോയ് നൽകുന്ന സൂചന മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാനാണ് CPI-യുടെ തീരുമാനം എന്ന് തന്നെയാണ് വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുക. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മുകേഷിന് അധികം പിടിച്ചു നിൽക്കാനാവില്ല എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിനെ 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എറണാകുളം സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞത്. അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടി എന്നർത്ഥമില്ല. പോലീസ് നടപടിക്ക് ഒരു താൽക്കാലികമായ തടസ്സം മാത്രമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെതിരെ അനിലക്കര MLA ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ കോടതി ഇപ്പോൾ 5 ദിവസത്തേക്ക് മുകേഷിന് സമയം അനുവദിച്ച കോടതിയിൽ ഈ കേസ് കേൾക്കാൻ പാടില്ല, ആ കോടതി ഈ കേസ് കേൾക്കാൻ പാടില്ല എന്നാണ് അനിലക്കരയുടെ ഹർജി. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത്, CPM-മായി അടുത്ത ബന്ധമുള്ള സ്ഥാനാർത്ഥി പോലുമായിരുന്ന ഒരു നേതാവിൻ്റെ ബന്ധുവാണ് ഈ കോടതി. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല. മുകേഷിനെ പോലെ ഒരു CPM MLA-യുടെ കാര്യം വരുമ്പോൾ നിഷ്പക്ഷമായ ഒരു നിലപാട് ഈ കോടതി സ്വീകരിക്കാൻ ഇടയില്ല എന്ന പരാതിയുമായിട്ടാണ് അനിലക്കര ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് മിക്കവാറും കോടതി ഗൗരവമായി കാണുമെന്നാണ് തോന്നുന്നത്. കാരണം പാർട്ടിയുമായി ബന്ധമുള്ള ഒരു കോടതി എന്ന് അത് ബന്ധുത്വം ആരോപിച്ചുകൊണ്ട് ഒരു പരാതി ലഭിച്ചാൽ ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ പോലും ധാർമ്മികതയുള്ള നീതിബോധമുള്ള ഒരു കോടതി
ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്ന ഒരു പതിവ് പോലും നമ്മുടെ ബഹുമാന്യ കോടതികൾക്ക് ഉണ്ട്. അത്തരത്തിൽ ഒരു നടപടി ആയിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്.